Hi guys, welcome back to my channel. നമ്മളിതിന് മുന്നേ ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ള ഹൈജീൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മെയിൽസ് മാത്രമല്ല എൻ്റെ വീഡിയോ കാണുന്നത്, മെയിൽസും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. സോ അവർക്കും വേണ്ടിയിട്ടൊരു ഹൈജീൻ വീഡിയോ വേണ്ടേ? സോ അതാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റ് വൺ, ഷവർ ഡെയിലി. നിങ്ങൾ ഡെയിലി കുളിക്കുക. ഗേൾസിനേക്കാൾ സ്വെറ്റ് ചെയ്യുന്നത് ബോയ്സ് ആണ്, അല്ലെങ്കിൽ വുമണിനേക്കാൾ സ്വെറ്റ് ചെയ്യുന്നത് മെന്നാണ്. സോ ഡെയിലി കുളിക്കുക. ഓക്കെ, ഷവർ ഡെയിലി. നിങ്ങൾ കൂടുതൽ സ്വെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡെയിലി കുളിച്ചിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ഇത് കുറച്ച് ഇൻറ്റിമേറ്റ് ഹൈജീൻ്റെ ഇതിൽ വരുന്നതാണ് കേട്ടോ. നിങ്ങൾ അൺസർക്കംസൈസ്ഡ് ആണെങ്കിൽ, അതായത് നിങ്ങൾ പീനസിൻ്റെ ഫോർ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി ഏതെങ്കിലും കുഞ്ഞു പിള്ളേർ അല്ലെങ്കിൽ ടീനേജിലേക്ക് കടക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ ടീനേജ് അങ്ങനെയുള്ളവർ ആരെ കാണുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. നിങ്ങൾ അൺസർക്കംസൈസ്ഡ് ആണ്, അതായത് ഫോർ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പീനസിൻ്റെ ആ ഫോർ സ്കിന്ന് പിന്നിലോട്ട് വലിച്ച ശേഷം വേണം വാഷ് ചെയ്യാനായിട്ട്. ഓക്കെ, ആദ്യമൊക്കെ ചിലപ്പോൾ എൻ്റെ വോയിസ് മൊത്തം പറ്റി ഗൈസ്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും, ബട്ട് ഗ്രാജുവലി അത് ശരിയായിക്കോളും. നിങ്ങൾ സർക്കംസൈസ്ഡ് ആണ് അല്ലെങ്കിൽ ഫോർ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാഷ് ചെയ്യാം. മൈൽഡ് സോപ്പ് ആയിരിക്കണം, മൈൽഡ് സോപ്പ് വാട്ടർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാം വാട്ടറൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യാം. ഇൻറ്റിമേറ്റ് വാഷസ് ഞാൻ അധികം അങ്ങ് പറയത്തില്ല. നിങ്ങളോട് ഡോക്ടേഴ്സ് പറയുവാണ് യൂസ് ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻറ്റിമേറ്റ് വാഷസ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഡെയിലി അണ്ടർവെയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്വാളിറ്റി അണ്ടർവെയർ ആയിരിക്കണം. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യരുത്. ബോക്സസ് ഒക്കെ ആയിരിക്കും നന്നായിട്ടുണ്ടാവാൻ. പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പാഡ് ഡ്രൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി പ്യൂബിക് ഹെയർ റിമൂവലിനാണെങ്കിൽ നിങ്ങൾ ട്രിം ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ടുണ്ടാവാൻ. ട്രിം ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്യാൻ. ഓക്കെ, ഇത് പാഡ് ഡ്രൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആഫ്റ്റർ സെക്സിന് ശേഷം യൂറിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ഇൻഫെക്ഷനുള്ള സാധ്യതയൊക്കെ കുറക്കും. അതുപോലെ ബ്രീത്തബിൾ ആയിട്ടുള്ള കോട്ടൺ അണ്ടർവെയർ കൂടി ചൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ ആഫ്റ്റർ സെക്സ് അല്ലെങ്കിൽ മാസ്റ്റർബേഷന് ശേഷം നിങ്ങളുടെ ജെനിറ്റൽസ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്വെറ്റും ബാക്ടീരിയയും അതുപോലെ തന്നെ ആ ഫ്ലൂയിഡും ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഭയങ്കര സ്ട്രോങ് സെൻറ്റഡ് ആയിട്ടുള്ള സോപ്സോ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് വാഷസോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഹാർഷ് ആയിട്ടുള്ള ബോഡി വാഷസ് ഒന്നും യൂസ് ചെയ്യരുത്. ഇതൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കും. പിന്നെ സ്ലീപ്പ് ഫ്രീലി. ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ്, നിങ്ങൾ ഉറങ്ങുമ്പോഴെങ്കിലും ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുക. അതുപോലെ തന്നെ 2 നേരം ബ്രഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബ്രഷ് ചെയ്യൽ മാത്രമല്ല, നിങ്ങൾ ടങ്ങും കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ വിട്ടുപോകുന്ന സ്ഥലങ്ങളാണ് ഈ ചെവിയുടെ പിറകിൽ, കാലിലെ വിരലുകൾക്കിടയിൽ ഒക്കെ, അവിടെയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബെല്ലി ബട്ടൺ ഇയർബഡ്സ് അല്ലെങ്കിൽ ക്യൂടിപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബെല്ലി ബട്ടൺ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആഫ്റ്റർ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സെക്സ് നിങ്ങൾക്ക് മൈൽഡ് സോപ്പ് വാട്ടർ അല്ലെങ്കിൽ വാം വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം. സ്കിന്നായാലും ബോഡി ആയാലും UV റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം. എസ്പെഷ്യലി കാലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. സോ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം. നിങ്ങൾ നല്ലൊരു ബോഡി ലോഷനോ മറ്റോ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളെ ബ്രഷ് അതുപോലെ തന്നെ ടവൽ കോംബ് ഇതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ഫുഡ് കഴിക്കുന്നതിന് മുന്നേയും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും കൈ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതും സോപ്പോ ഹാൻഡ് വാഷോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രോയിനും അതുപോലെ തന്നെ പീനസും ഡെയിലി വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വീക്ക്ലി 2 എങ്കിലും നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. തലയിൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നെയിൽസ് ട്രിം ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷവും ഹാൻഡ്സ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബിഫോർ മാസ്റ്റർബേഷനും ഹാൻഡ്സ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബിഫോർ സെക്സ് നിങ്ങൾ കുളിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അൺവാഷ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. നല്ലൊരു ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഷുഗറും അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇച്ചിങ് പെയിനൊക്കെ അനുഭവപ്പെടുവാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ എന്തായാലും കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ്സ് ഓൾ. സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ബട്ട് ഒന്നുകൂടി ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ. ഏതെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോളുക. ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഫീമെയിൽ ഹൈജീൻ ചെയ്ത് കഴിഞ്ഞ് മെയിൽ ഹൈജീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ടോപ്പിക്ക് വേണം, ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക്, നെക്സ്റ്റ് എന്ത് വീഡിയോ വേണം എന്നൊക്കെ എന്നോട് കമൻറ്റ് ബോക്സ് പറയാം. ബ്യൂട്ടി വേണോ, നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് വേണം, ബ്യൂട്ടി വേണോ, ഫാഷൻ വേണോ, അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെൻറ്റ് വേണോ, എന്താണ് വേണ്ടത്, എന്ത് കോണ്ടന്റ് തരേണ്ടത്, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ,
സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പർ ഫ്രണ്ട്സ് അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എൻ്റെ ചാനൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ കമൻറ്റ്സ് മറക്കണ്ട. സോ ലവ് യു ഗൈസ്. ടേക്ക് കെയർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.